Hi everyone. It's been a long time that I'm recording a video. So in I am going to do a hair treatment, keratin. It's not fixed. I carry the keratin or smoothing. I have to go consult the stylist over there and then see which suits for my hair. My hair right now is in a very bad condition. It's all dry, frizzy. You maintain it hard. So I thought it's a right time to go take some treatment. And so I'll be taking you guys along with me today. Here is hair salon. It's called Adil's Hair Salon. So let's see, it's my first experience there, but they've got a offer running for hair treatments. So yeah, let's go. I think I've lost the skills to take video. I don't know angles, but I'm actually a little tensed because I have two life keratin treatment. One was from Verve Salon, it is in Indiranagar. Their customer service and quality of work is like really good. And it was called Brazilian Cacao Keratin treatment, and it stayed for almost 1 year because I proper shampoo, conditioner recommended. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ദാറ്റ് വാസ് ലൈക്ക് എ വേർസ്റ്റ് എക്സ്പീരിയൻസ് ഐ ഹാഡ്. ഞാൻ ആക്ച്വലി ചെയ്തിട്ട് ഒരു 3-4 വാഷ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹെയർ ബാക്ക് ടു നോർമലായി. പക്ഷേ അവരുടെ ചെയ്ത അന്നത്തെ സർവീസ് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് ഇഷ്ടമായിരുന്നില്ല. ഐ വാസ് നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്. സോ ഇപ്രാവശ്യം എന്താവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. This is how my hair looked in the beginning. So they did a good hair wash for me and then they dried it and they applied the product. This is a product Copacabana nu paranjittulla Brazilian oru protein cream aanu. Adu fully hair il apply cheyadana shesham wrap cheyidu almost 50 minutes I had to wait. adine shesham aa hair il thanne അവർ fully hair dry ചെയ്യും. എന്നിട്ട് അതിന് ശേഷം ആ ഹെയറിൽ തന്നെ പിന്നെയും ചെറിയ ചെറിയ സ്ട്രാൻഡ്സ് ഓഫ് ഹെയർ എടുത്തിട്ട് നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്തു. ഒത്തിരി ഹീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ഫോർ 1 day ആൻഡ് ഇറ്റ് ലാസ്റ്റ് ലോങ്ങർ. ദേ ഡൂ ദിസ് ബിക്കോസ് ആ ക്രീം പ്രോപ്പറായിട്ട് നമ്മുടെ ഹെയറിൽ ലോക്കിനാവാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഹീറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ലുക്ക്. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഈ ഹെയർ പിന്നെയും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഡ്രൈ ചെയ്തു ആൻഡ് ഇറ്റ് വാസ് പെർഫെക്റ്റ്. പിന്നെ സ്റ്റൈലിസ്റ്റ് ഗൈ വാസ് സോ ഗുഡ് ദാറ്റ് ഹി ഡിഡ് എ ഫ്രീ ഹെയർ കട്ട് ഫോർ മീ. ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് മൈ ഹെയർ. സോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് PGയിലെത്തി. ഐ എം സോ എക്സൈറ്റഡ്. ആൻഡ് ഹെയർ ഫീൽ സോ അലൈവ് ആൻഡ് ഭയങ്കര സോഫ്റ്റ്. ശരിക്കൊരു ഗ്രേറ്റ് എന്താ പറയുക, ഒരു ഹെയർ നറിഷ്മെൻറ്റ് കിട്ടിയൊരു ഫീലാണ്. ഇറ്റ് ഈസ് വെരി സോഫ്റ്റ്, ലൈക്ക് ലിറ്ററലി സോ സോഫ്റ്റ്. എന്താ പറയുക, നമ്മൾ ഈ ആഡ്സിലൊക്കെ കാണില്ലേ, അങ്ങനത്തെ ഹെയറാണ്. ആൻഡ് ഐ എം ഇൻ ലവ് വിത്ത് ഇറ്റ്. ഓഫ് കോഴ്സ് എൻ്റെ വോളിയം ഹാഫായി മാറി, but then it's healthy hair. So actually ഇത് entire processന് it took 4 hours and നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓരോ സ്റ്റേജിലും ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ച് ദേ ആർ ലൈക്ക് റിയലി ഗുഡ്. പിന്നെന്താ, ആക്ച്വലി ചെയ്ത് വന്നപ്പം ഞാൻ തന്നെ വീട്ടിൽ കട്ട് ചെയ്തതും അങ്ങനെയൊക്കെ ചെയ്തുള്ള ഹെയറിൽ കുറേ ലെവലിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. So actually the stylist suggested for a haircut. I was like no, because haircut and again it was 800 or something. I was like it's out of my budget. So he was so good that he told I'll do it free of cost. So actually he cut my friend hair. ഈ 2 സൈഡിലും എനിക്ക് ലെവലാക്കി ഫേസ് ഫ്രെയിമിങ് ഇത് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ എൻഡിലും പുള്ളി ഒന്ന് ട്രിം ചെയ്തിട്ടുണ്ട്. സോ ഐ എം ലൈക്ക് ഓൾ ഹാപ്പി. ആക്ച്വലി എനിക്ക് അധികം പ്രോസസ്സിൻ്റെ എൻറ്റയർ തിങ്സ് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബിക്കോസ്
ഞാൻ ആക്ച്വലി ഫോൺ എടുക്കുമ്പോഴേക്കും പുള്ളി ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ലൈക്ക് ഹിസ് അലോവിങ് മീ ടു ടേക്ക് ദ വീഡിയോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഐ കാൺ ഡു എനിവേ. അപ്പം ഞാൻ അയാളെ ജോബ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞു സ്നിപ്പറ്റ്സ് എടുത്തിരിക്കുന്നത്. ഐ ഡോണ്ട് നോ ഹൗ മച്ച് യു കൻ അണ്ടർസ്റ്റാൻഡ്, ബട്ട് എനിക്കറിയാം കമൻസിൽ വരാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ഉള്ള ക്വറി വിൽ ബി ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ് ഓർ വാട്ട് ഇസ് എ പ്രൈസ്. സോ പ്രൈസ് ഡിപ്പെൻഡ്സ് പ്യോർലി ഓൺ ദ ലെങ്ത് ഓഫ് യുവർ ഹെയർ. ഇപ്പം എനിക്ക് വന്നിട്ട് ഞാൻ ചെയ്തപ്പം എനിക്ക് ആക്ച്വലി ഇത്ര ലെങ്ത് ഉണ്ട്. ചെയ്യുന്ന മുന്നേ മൈ ലെങ്ത് വിൽ ലുക്ക് സംവെയർ ഹിയർ. ആൻഡ് അവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. യൂഷ്വലി ബോട്ടോക്സ് ഇസ് അബൌട്ട് 10-12 and all in places where I inquired. പക്ഷേ ഈ പെർട്ടിക്കുലർ സലോണിൽ they are giving it on discount, like all their hair treatments. ഫൈനൽ പ്രൈസ് എനിക്ക് വന്നത് അറൗണ്ട് 6.5K ആണ്. പക്ഷേ ഇറ്റ് വിൽ സ്റ്റേ അപ് ടു ഫ്രോം 6 to 8 months എന്തായാലും, ബേസ്ഡ് ഓൺ ദ കെയർ യു ഡു ഫോർ യുവർ ഹെയർ. അതായത് പ്രോപ്പർ ഷാംപൂ, കണ്ടീഷനിങ് അങ്ങനെയൊക്കെ പ്രോപ്പറായി ചെയ്യുകയാണെങ്കിൽ ഇത് 1 year വരെ നിൽക്കും. ഇത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ കെയർ പുള്ളി സജസ്റ്റ് ചെയ്തത് എന്നോട് ലോറിയലിൻ്റെ എക്സ്റ്റെൻസോ ഗോൾഡ് എന്ന് പറഞ്ഞ ഷാംപൂ കണ്ടീഷണർ ഉണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതല്ലെങ്കിൽ അവരുടെ സ്പാ സജസ്റ്റ് ചെയ്തു. അത് ഇറ്റ്സ് ടോട്ടലി ഓപ്ഷണൽ. ഇഫ് യു വോണ്ട് യു ക്യാൻ ഡു. പിന്നെ ഹെയർ ഭയങ്കര ഡ്രൈ ആൻഡ് എന്താ പറയുക ഇറിറ്റേറ്റഡ് സ്കാൾപ്പുള്ള ആളുകൾക്ക് വൺസ് ഇൻ എ വൈൽ ദേ ഹാവ് ടു ഡു ഹെയർ സ്പാ എന്ന് പറഞ്ഞു, വിച്ച് ഐ ഡൗട്ട്. മേ ബി ഞാൻ ഇതിൽ ഹോം മെയ്ഡ് റെമഡീസ് അതിന് നോക്കുമായിരിക്കും. ബട്ട് ദാറ്റ് ഇസ് എ വേ. പിന്നെ ഇത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഡൈ, ഹെന്ന ഒന്നും ചെയ്യരുത്, ഓയിലിങ്ങും ചെയ്യരുത്. പിന്നെ അത്രയും നിർബന്ധമാണെങ്കിൽ അത്രയും ചെറിയ എമൗണ്ട് ഓയിൽ മാത്രം. പക്ഷെ ഓയിലിങ് ചെയ്യാതിരിക്കുന്നതാണ് അഡ്വൈസബിൾ. ആൻഡ് ഹെന്ന അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് വൈറ്റ് ഹെയർ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു എന്താ പറയുക റൂട്ട് ടച്ചപ്പ് ചെയ്യണം ഹെയർ കളറായിട്ട്. ആൻഡ് ഇത് കെരാറ്റിൻ പോലെയല്ല. ഇപ്പം നിങ്ങൾക്ക് ഹെയർ കളർ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി ഹെയർ കളർ ചെയ്യാം, അല്ലെങ്കിൽ വിത്തിൻ എ വീക്ക് ചെയ്യാം. ദർ ആർ നോ സച്ച് കൺസ്ട്രെയിൻസ് ഓർ സംതിങ്. അപ്പം ഓൾ ഇൻ ഓൾ ഐ എം ഹാപ്പി. സോ യാ, ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.